ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡെയിലി വ്ളോഗ് തുടങ്ങിയിട്ട് ഇത് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരു അടുപ്പ് കത്തിക്കലാണ് കേട്ടോ. ഈ മഴ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇങ്ങനെ അടുപ്പ് കത്തിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. എത്ര ഉണങ്ങിയ വിറകുണ്ടെങ്കിലും നമുക്ക് ഇതൊന്ന് കത്തിപ്പിടിപ്പിക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും. പക്ഷെ നമുക്ക് കുറച്ചധികം ചോറും ചുക്കുവെള്ളമൊക്കെ ഇതിന്മേൽ വെക്കാനായിട്ടാണ് കേട്ടോ ഏറ്റവും എളുപ്പം. അപ്പം അങ്ങനെ ഞാനിങ്ങനെ വെണ്ണൂറൊക്കെ ഇങ്ങനെ വായി എടുത്ത് ഇങ്ങനെ കത്തിക്കാനുള്ള ശ്രമമാണ്. ഇപ്പം ഇങ്ങോട്ട് തുടങ്ങി വെച്ച ഏകദേശം അരമണിക്കൂറിൻ്റെ ഉള്ളിലാണ് കേട്ടോ അത് ചൂടായി കിട്ടുള്ളൂ. അപ്പോൾ കത്തിച്ച് അങ്ങനെ വെച്ച് പോകുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ കത്തിട്ടുണ്ടാവും, പിന്നെ കുറച്ച് കഴിഞ്ഞ് വന്നാൽ അത് അങ്ങോട്ട് കെട്ടിട്ടുണ്ടാവും. അപ്പം അങ്ങനെ കുറച്ചധികം പണിപ്പെട്ടാലാണ് ഇത് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടുള്ളൂ. അപ്പം ഞാൻ ആദ്യം തന്നെ ഇതിൽ ചുക്കുവെള്ളം വെക്കുകയാണ്. അപ്പോൾ ഇന്ന് ദോശയല്ല, ഇന്ന് ഇഡ്ഡലിയാണ്. അപ്പോൾ അത് ഗ്യാസിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചുക്കുവെള്ളത്തിനായിട്ടുള്ള വെള്ളം അടുപ്പത്തേക്ക് വെച്ചു. ഇനി അപ്പുറത്തെ ഇഡ്ഡലി വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഉള്ള ചമ്മന്തി അരയ്ക്കണം. പിന്നെ ചുക്കുവെള്ളം തിളച്ച് കഴിഞ്ഞാൽ ചോറ് വെക്കണം. പിന്നെ അതിനുശേഷം അതിൽ കറി വെക്കണം. അപ്പോൾ ഇന്ന് ഇഡ്ഡലിക്കായിട്ട് ഒരു ഉള്ളിച്ചമ്മന്തിയാണ് കേട്ടോ. വലിയ ഉള്ളി വാട്ടിയിട്ട് തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു ചമ്മന്തി ഉണ്ടല്ലോ. അതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി കൂട്ടുമെന്ന് എനിക്കറിയില്ല കേട്ടോ, പക്ഷേ ഞാൻ മഞ്ഞൾപ്പൊടി ഇടാറുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയിട്ട് നമ്മളവിടെ അരച്ചെടുത്താൽ നല്ല സൂപ്പറാണ് കേട്ടോ. ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ നല്ല അടിപൊളിയാണ്. ഞങ്ങൾ കൂടുതലായിട്ട് ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കും കേട്ടോ. ചട്നീനേക്കാളും ഇവിടെ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടം ഈ ഒരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പം അങ്ങനെ അതുണ്ടാക്കിയതിന് ശേഷം പിന്നെ അടുപ്പത്ത് ചുക്കുവെള്ളം തിളച്ച് ഞാൻ ചോറൊക്കെ വെച്ചു. അതിന് ശേഷം ഇതാ കറി വെക്കാനായിട്ട് പോവുകയാണ്. ഇന്ന് മീനൊന്നുമില്ല, അപ്പോൾ സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ വൈകിട്ടോ ചായ കുടിക്കാനായിട്ട്. എന്തൊക്കെയൊക്കെയോ കാര്യങ്ങൾ ചെയ്ത് ചായ കുടിക്കാനായിട്ട് വിട്ടുപോയി. അപ്പോൾ വെറുതെ ഇങ്ങനെ ചായ കുടിക്കുന്നതുകൊണ്ട് തന്നെ കഴിക്കാനായിട്ട് വിട്ടുപോകും കേട്ടോ. വലിയ വിശപ്പ് തോന്നില്ല. കുറേ നേരം വൈകിട്ടാണ് കേട്ടോ കഴിക്കണത്. പരിപ്പാണെങ്കിൽ ഗ്യാസുമ്മൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. തക്കാളി അപ്പുറത്തെ ചട്ടിയിൽ അടുപ്പിലും വെച്ചിട്ടുണ്ട് കേട്ടോ. പരിപ്പ് അതിലേക്ക് അങ്ങോട്ട് കൂട്ടാമെന്ന് വിചാരിച്ചു. അടുപ്പിലിനി വെച്ചിട്ട് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ സമയം കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയോട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് പച്ചക്കറിയാണ്. പിന്നെ കായപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വീട്ടിലുണ്ടായിരുന്ന ഒരു കായാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള കിഴങ്ങും വെണ്ടയ്ക്കയും കാര്യങ്ങളൊക്കെ അങ്ങനെ ശരിയാക്കി. അപ്പോഴേക്കും തക്കാളി അവിടെ വെന്തിട്ടുണ്ടായിരുന്നു, പരിപ്പും വെന്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പരിപ്പും തക്കാളിയൊക്കെ ഒന്ന് യോജിപ്പിച്ചിട്ട് പിന്നെ ആദ്യം കിഴങ്ങ് ഇട്ടു കേട്ടോ. കിഴങ്ങൊന്ന് വെന്തതിന് ശേഷം വെണ്ടയ്ക്കയും ചേർക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിലേക്ക് തേങ്ങയും കൂടി അരച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ തേങ്ങയിൽ കുറച്ച് മസാലയും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് അങ്ങനെ അരച്ച് ചേർക്കുക കേട്ടോ ഞാൻ ചെയ്യാറ്. പിന്നെ അതാ കായ നേരെ വെക്കുന്നുണ്ട്. കായപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെയും കായപ്പേരി ആയിരുന്നു, ഇന്നും കായപ്പേരിയാണ്. വീട്ടിലുള്ള കായ ആയതുകൊണ്ട് തന്നെ അത് കഴിയുന്നവരെ 2 ദിവസം അതായിട്ട് ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചു. 2 ദിവസമൊക്കെ കൂട്ടി കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് കായ നമുക്ക് മടുക്കൂലേ. 2 ദിവസമൊക്കെ ഓക്കെയാണ്, 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ മടുക്കും. കായ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മളിതിങ്ങനെ ശരിയാക്കുന്ന സമയത്ത് അത് വെള്ളത്തിലേക്ക് ഇടുക അല്ലേ. ബാക്കി എല്ലാ ഉപ്പേരികൾക്കും വേണ്ടിയിട്ട് നമ്മൾക്ക് ഇങ്ങനെ വെള്ളത്തിലിടാൻ നിർബന്ധമില്ലേ, വെള്ളത്തിലേക്ക് നുറുക്കിയിടണം എന്നുള്ളത്. പിന്നെ കൂർക്കി അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ടിട്ടാണ് ഇങ്ങനെ നേരേക്ക് ഇടാറില്ല എല്ലാവരും. അപ്പോൾ ഞാൻ എന്തായാലും മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല. അങ്ങനെ അത് അടിപൊളി സാമ്പാർ റെഡിയായി. പിന്നെ ഇതാ ഉപ്പേരിക്കായിട്ടുള്ള കായൊക്കെ റെഡിയായി. എന്ത് ഉപ്പേരിയാണെങ്കിലും എനിക്ക് ഈ ഉണക്കമുളകും വെളുത്തുള്ളിയും ചുവന്ന ഉള്ളിയും കൂടി ചതച്ചിട്ട് വറവിട്ടിട്ട് ഉള്ള ഉപ്പേരികളാണ് കേട്ടോ ഇഷ്ടം. അതല്ലാതെ ഉപ്പേരി വയ്ക്കുമല്ലോ, വെറുതെ നമ്മൾ കടുക് മാത്രം പൊട്ടിച്ചിട്ട് പച്ചമുളകൊക്കെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകൊക്കെ ഇട്ട് അങ്ങനെ വയ്ക്കുന്ന ഉപ്പേരിനേക്കാളൊക്കെ ഇഷ്ടത ഇങ്ങനെ വയ്ക്കുന്നതാണ് കേട്ടോ. ഇതിന് ഭയങ്കര ഒരു രുചിയായിരിക്കും കേട്ടോ. ഈ വറവിൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതിങ്ങനെ എണ്ണയിലിങ്ങനെ മൂക്കുന്ന ആ ഒരു സ്മെല്ലുണ്ടല്ലോ, അത് അടിക്കുമ്പോഴേക്കും തന്നെ നമുക്ക് കഴിക്കാനായിട്ട് തോന്നും കേട്ടോ. അങ്ങനെ ഇന്നത്തെ വെപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എല്ലാവരും ഒന്ന് വൃത്തിയാക്കിയിട്ടിട്ട് പാത്രങ്ങളും കൂടി കുറച്ച് കഴുകാനുണ്ട്. അപ്പോൾ അങ്ങനെ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞു. ഇനിയിപ്പോൾ കുളിക്കും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇന്നത്തെ ഒരുവിധം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്നിപ്പോൾ ഒരു സാധാരണ പോലത്തെ ദിവസമാണ്. വേറെ എവിടെയും പോകാനോ കാര്യങ്ങളൊന്നുമില്ല. വൈകിട്ട് നമ്മുടെ കൂടെ ഇഞ്ചക്ഷൻ ചെയ്യാനായിട്ട് പോകണം, അത്ര തന്നെ ഉള്ളൂ കാര്യങ്ങൾ.
ഇതിപ്പോൾ വൈകുന്നേരത്തെ ചായ കൂടിയാണ്. ചായക്ക് വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ കടിക്കാനുണ്ടെങ്കിൽ ഒരു രസമാണ്. അപ്പോൾ ഇന്ന് ഷവർമ്മ വാങ്ങിച്ചു കേട്ടോ. ഷവർമ്മ പറയുമ്പോൾ അത് 25 രൂപയുടെ ഒരു റോളാണ് കേട്ടോ. ഇത് ചിലവർക്കൊന്നും ഇഷ്ടമല്ല, അപ്പോൾ ഇഷ്ടമല്ലാത്തവർക്ക് പഴംപൊരി അങ്ങനെയൊക്കെ വാങ്ങിക്കും. എനിക്കിത് ഇഷ്ടമാണ് കേട്ടോ. സ്ഥിരമൊന്നും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല, പക്ഷേ എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ ഒരു നല്ലൊരു രുചിയായിട്ട് തോന്നാറുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ അത് നമ്മുടെ കൂടെ ഇഞ്ചക്ഷൻ വയ്ക്കാനായിട്ട് പോവുകയാണ്. നല്ല മഴയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും പല പല ദുരിതങ്ങളും ഉണ്ടാവുന്നുണ്ടല്ലേ ഈ മഴ കാരണത്താൽ. ഇവിടെയൊക്കെ പിന്നെ പുഴയും കാര്യങ്ങളൊന്നും എടുത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം അങ്ങനെ ഞങ്ങളിതാ ഇഞ്ചക്ഷനായിട്ട് ഇങ്ങനെ പോയി. നല്ല മഴയാണ് കേട്ടോ. അവിടെ ചെന്ന് അതൊക്കെ ഇങ്ങനെ ചെയ്തു. ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ അമ്മയ്ക്ക് നാളെ രാവിലെയും കൂടി ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ചക്ഷനും കഴിഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസം പോയത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം വീട്ടിലെത്തി. ഇന്ന് പെട്ടെന്ന് തന്നെ ഇത് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് കൂടുതൽ എടുത്തിട്ട് കാര്യമുള്ളൂ. ഇത് ഡെയിലി ഉള്ള കാര്യങ്ങളൊക്കെ കൂടുതലെടുത്താലും എല്ലാവർക്കും കാണാനായിട്ടും വലിയ ഇഷ്ടമുണ്ടായിരിക്കില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ. വീട്ടിൽ വന്നിട്ട് മീൻ പൊരിക്കാൻ കേട്ടോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ബൈ.